ഞാൻ 80കളുടെ ഒരു മിഡില് പരിഷത്തിൻ്റെയൊക്കെ വളരെ ആക്റ്റീവായിട്ടുള്ള കോളേജൊക്കെ പഠിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഞങ്ങൾ ഒരു ദിവസം ഞാൻ പരിഷത്ത് ഭവനിൽ ചെന്നപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു, ഇന്നൊരു പ്രകടനത്തിന് പോകണം നമുക്ക് എന്ന് പറഞ്ഞു. അപ്പം പരിഷത്തിൽ ധാരാളം ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ കമ്പ്യൂട്ടർ വേണ്ടേ വേണ്ട എന്നുള്ളതാണ് അന്നത്തെ സമരം. സമരമല്ല, പ്രകടനം. അപ്പം ഞങ്ങളെല്ലാവരും കൂടി പോയിട്ട് എനിക്ക് തോന്നുന്നത് അന്ന് എല്ലാ കാര്യങ്ങളും സൂപ്രണ്ടൻറ്റ് ഇവരുടെ മുന്നിലായിരിക്കും. പിന്നെ പോലീസ് സ്റ്റേഷൻ്റെ കോഴിക്കോട്ടത്തെ ആ മെയിൻ പോലീസ് സ്റ്റേഷനുണ്ടല്ലോ, അവിടെ അതിന് ഞങ്ങളെല്ലാവരും വട്ടത്തിലിരിക്കുന്നു. കമ്പ്യൂട്ടർ വേണ്ടേ വേണ്ടെന്ന് ഞങ്ങൾ ഭയങ്കരമായിട്ട് പ്രകടനമല്ല, ഭയങ്കരമായിട്ട് സ്ലോഗനൊക്കെ വിളിക്കുന്നു, തിരിച്ചു വരുന്നു. അതിനുശേഷം കെ ഗോപിനാഥൻ്റെ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ പുസ്തകം വായിക്കുന്നു. അപ്പോൾ ഇതെന്തോ ഒരു ഭയങ്കര അപകടം പിടിച്ച കാര്യമാണ്, ഇത് നമ്മളൊന്നും മേടിക്കാനേ പാടില്ലാത്ത കാര്യമാണെന്നാണ് ഞാൻ ആ കാലം മുഴുവൻ വിളിച്ചത്. 90കളുടെ ആദ്യമാണ് എനിക്ക് 90കളുടെ ഒരു മിഡിലൊക്കെയാണ് തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് ഒരു കമ്പ്യൂട്ടർ സെൻറ്ററിൽ പോയിട്ട് കമ്പ്യൂട്ടർ പഠിക്കുന്നത്. അതും ആരും കാണാതെ രഹസ്യമായിട്ടൊക്കെ ഞാൻ പഠിച്ചത്. കാരണം നാണക്കേടല്ലേ നമ്മളിങ്ങനെ ചെയ്തത് കൊണ്ട്, നമ്മളങ്ങനെ പോകുന്നതിനൊരു ചമ്മലൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ടിൻ്റെ ഇവിടെ ഞാൻ ക്ലാസ്സിലല്ല പോയത്, അവൾ രഹസ്യമായിട്ട് എനിക്ക് പഠിപ്പിച്ചു തന്നു. അങ്ങനെയാണ് ഞാൻ ചെയ്തത്. പിന്നെ ഗൂഗിളൊന്നും ഞാൻ കണ്ടിട്ടേ ഇല്ല സത്യം പറഞ്ഞാൽ. ആ സമയത്തൊന്നും ഞാൻ 2000-ലാണ് ഗൂഗിളിനെ പറ്റിയൊക്കെ ഒരു ഐഡിയ എനിക്ക് കിട്ടുന്നത്. അതും ഞാൻ JNUവിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്. അപ്പോൾ ഗൂഗിളിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ, JNUവിൽ ഗൂഗിൾ എന്ന് പറഞ്ഞാൽ എന്തൊരു മോശം കാര്യം പോലെയാണ്. നിങ്ങൾ റിവ്യൂ ഒക്കെ തന്നെ ഗൂഗിൾ നോക്കി എഴുതരുത്, ഗൂഗിളിനെ ഡിപ്പെൻഡ് ചെയ്യരുത്. അപ്പോൾ ഗൂഗിൾ എന്തോ അപകടം പിടിച്ച കാര്യം എന്നുള്ള രീതിയിലാണ് നമ്മളന്ന് കാണുന്നത്. മൊബൈൽ ഫോൺ ഞാൻ കാണുന്നത് യഥാർത്ഥത്തിൽ എനിക്ക് സ്വന്തമായിട്ടൊരു മൊബൈൽ ഫോൺ കിട്ടുന്നത് ഞാൻ കൈരളി TV-യിൽ പ്രൊഡ്യൂസറായിട്ട് 2000-ൽ ജോയിൻ ചെയ്ത സമയത്താണ്. അതിന് മുന്നേ ഞാൻ ഒരു ദിവസം ഡൽഹിയിലായിരുന്നു ഞാൻ കുറേ കാലം. അപ്പോൾ ഡൽഹിയിൽ ഞാൻ നോക്കുന്ന സമയത്ത് മാർക്കറ്റിലൂടെ ഒരു ആൾ ഉറക്കെ സംസാരിച്ചു കൊണ്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. ഞാൻ വിചാരിച്ചു ഒരു സിക്കുകാരനാണ്. ഞാൻ വിചാരിച്ചു പൊതുവിൽ ഇവന്മാരെല്ലാം ഭ്രാന്തന്മാരാണ്, എന്തോ അങ്ങനെ നടക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോഴേക്കും മനസ്സിലായത് അയാളുടെ കയ്യിൽ ഫോണുണ്ട്, അന്നത്തെ ചെറിയൊരു നോക്കിയേൻ്റെ ഒരു ഫോണും വെച്ചിട്ടാണ് അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. അപ്പം ഇതെല്ലാം എനിക്ക് പുതിയതാണ്. ഇതെല്ലാം നമ്മൾ പഠിച്ചെടുത്തു, കമ്പ്യൂട്ടർ നമ്മൾ പഠിച്ചെടുത്തു. അതേപോലെ തന്നെ ഫോണ് ഉപയോഗിക്കാൻ പഠിച്ചു. ഫോണിൽ വെറും വിളിക്കാൻ മാത്രമല്ല, അതിൽ എർക്കൂട്ട് പക്ഷേ ഞാൻ കമ്പ്യൂട്ടറിലാണ് ചെയ്തിട്ടുള്ളത്. ഫേസ്ബുക്ക് ആവാമെന്നൊക്കെ പഠിച്ചത് ഫോണിലൂടെയാണ്. ഒരുവിധം എല്ലാ ആപ്പുകളും നമ്മൾ ഫോണിലൂടെയാണ് പഠിച്ചെടുത്തത്. ഞങ്ങളെ ജനറേഷനെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം പുതുതായി പഠിക്കുക സ്വാഭാവികമായി ഉണ്ടായതല്ല, ഞങ്ങളെല്ലാം പഠിച്ചെടുത്തത് തന്നെയാണ്. ഇപ്പം ChatGPT-യെ കുറിച്ചിട്ട് അല്ലെങ്കിൽ പുതിയ ആപ്പുകളെ കുറിച്ച് കേൾക്കുമ്പം എനിക്ക് ഭയങ്കര കൗതുകമുള്ള ആളാണ്. എനിക്കിതൊക്കെ പഠിച്ചെടുക്കണം. ഇതിൽ നിന്നും ഞാനിങ്ങനെ അപ്ഡേറ്റഡ് അല്ലാതെ നിൽക്കരുത് എന്നുള്ളത് എനിക്ക് വളരെ നിർബന്ധമാണ്. അപ്പം ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ്, ഇപ്പോൾ സിനിമക്കാരിയായിട്ട് തന്നെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ അറിയാം. പക്ഷേ സത്യം പറഞ്ഞാൽ ഞാൻ സിനിമയുമായി കണക്ട് ചെയ്തിട്ടല്ല അതൊന്നും പഠിക്കാൻ വേണ്ടിയിട്ട് ആലോചിച്ചിട്ടുണ്ടായിരുന്നത്. എൻ്റെ റിസർച്ച് വർക്കിന് വേണ്ടിയിട്ട്, എൻ്റെ എഴുത്തിന് വേണ്ടിയിട്ട് ChatGPT-യുടെ ഹെൽപ്പ് എങ്ങനെ എടുക്കാൻ പറ്റും എന്നതായിരുന്നു ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ വന്ന സമയത്താണ് എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നു എന്ന് എനിക്കറിയാം. ChatGPT ഈ പുതിയ ആപ്പുകൾ ഉപയോഗിച്ച് AI ഉപയോഗിച്ച് സിനിമയ്ക്കകത്ത് നടക്കുന്ന വലിയ മാറ്റങ്ങളെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സമരങ്ങളെ ആക്ടേഴ്സ് എന്നുള്ള നിലയ്ക്ക് അത് ആക്ടേഴ്സിൻ്റെ ഫ്രീഡത്തിനെയും ആക്ടേഴ്സിൻ്റെ ക്രിയേറ്റിവിറ്റിയെയും സ്പേസിനെയും AI കടന്നാക്രമിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള പല ചർച്ചകളും നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും തന്നെ എന്തോ ഒരു ദൂരെയുള്ളൊരു കാര്യമായിട്ടാണ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞാൻ ഇവിടെ വന്നിരുന്ന് ഞാൻ ഈ ചർച്ചകളെല്ലാം വേണ്ടി കേൾക്കുമ്പോഴാണ് ദർ ഇസ് എ പോസിബിലിറ്റി, വേറൊരു രീതിയിൽ പോസിറ്റീവായിട്ട് തന്നെ, വെറും ടെക്സ്ച്വലായിട്ട് മാത്രമല്ല ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടത്. അതിൽ കൂടുതൽ എനിക്ക് എൻ്റെ സിനിമക്കാരി എന്നുള്ള നിലയ്ക്ക്, ഞാൻ എത്രമാത്രം സിനിമക്കാരിയാണെന്ന് എനിക്കറിയില്ല, പക്ഷെ ആവുന്നിടത്തോളം എനിക്ക് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പ്രധാനമായിട്ട് സ്ക്രിപ്റ്റ് റൈറ്റർ എന്നുള്ള നിലയ്ക്ക് അതൊരു വലിയ ഹെൽപ്പ് തന്നെയാണ്. ഇപ്പം റീൽ വൈസ് എന്ന് പറഞ്ഞുള്ള ഗ്രൂപ്പ് പിന്നെ അവരുടെ പുതിയ ആപ്പ് നമുക്ക് പരിചയപ്പെടുത്തി തരുന്ന സമയത്ത് എന്തെല്ലാം പോസിബിലിറ്റിയാണ് അതിനുള്ളത്. അപ്പം ഇത് ബാക്കി എല്ലാ ആപ്പിനും അതേപോലെ എല്ലാത്തിനും അതേപോലെ തന്നെ ഉണ്ട്. AI ആയിട്ട് ബന്ധപ്പെട്ടുള്ള ബാക്കി എല്ലാ എല്ലാ ആപ്പ് എന്നാണോ പറയുന്നത്, ടൂൾസിനും ഇതേ കാര്യങ്ങൾ തന്നെ ഉണ്ട് എന്നെനിക്ക് മനസ്സിലായി. അപ്പോൾ അത് പഠിക്കുക, അത് മനസ്സിലാക്കുക, അറിയുക. ഞാനൊരു ഈ ലോകത്ത് ജീവിക്കുന്ന ഒരാളാവണമെങ്കിൽ ഇത്തരം കാര്യങ്ങളും കൂടി അറിഞ്ഞാൽ മാത്രമേ ഞാനൊരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീയിങ് ആവുള്ളൂ എന്നുള്ള
ഒരു തോന്നലും കൂടി എനിക്കുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ ഈ ഒരു എന്താ പറയുക വർക്ക്ഷോപ്പ് 3 days വർക്ക്ഷോപ്പ് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ എല്ലാവരുടെ അടുത്തും സജസ്റ്റ് ചെയ്യും ഇങ്ങനത്തെ കാര്യം ചെയ്ത് പഠിക്കണം. പ്രത്യേകിച്ച് എൻ്റെ ജനറേഷനിലുള്ളവരൊക്കെ നിർബന്ധമായിട്ട് ഇങ്ങനത്തെ വർക്ക്ഷോപ്പിലൂടെ കടന്നു പോകണമെന്ന് ഞാൻ പറയും. താങ്ക് യു.